ഹേയ് ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ എണീറ്റുണ്ടല്ലോ, കുളിച്ച് സമയം ഇപ്പോൾ ഉച്ചയായി. ഞാൻ എണീറ്റത് 11 മണിക്കാണ്. ഇന്നലത്തെ ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഗൈസ് ബോധമില്ലായിരുന്നു. കുളിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ക്ഷീണം എന്നെ അനുവദിച്ചില്ല. ഇതേ ഒരു തന്നെ നെറ്റിട്ട് ഞാൻ അടച്ചു വെച്ചേക്കുക. ഞാൻ ഇറങ്ങി അവൻ എൻ്റെ കൂടെ ഇറങ്ങും കേട്ടോ. ഹായ് ഗുഡ് മോർണിംഗ്. കുറുക്കൊക്കെ തിന്ന് മൊത്തം കുറുക്കാക്കി വെച്ചേക്കൂടെ ഒരുത്തേ. കുറുക്ക് പോയി വാട്ട് യു സേ അബൌട്ട് ദ യെസ്റ്റർഡേ ട്രിപ്പ്? സ്റ്റെപ്പ് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മുടെ വണ്ടിയുടെ കോലം നിങ്ങൾ കണ്ടോ? ഇത് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ റൈറ്റിംഗ് എപ്പോൾ വന്നു. എൻ്റെ മോനെ എന്ത് കോലം. ഞാൻ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇത്രേ അഴുക്കായിട്ട് ഞാൻ എൻ്റെ വണ്ടി കാണുന്നത് കേട്ടോ. ഇതേ അവിടെ ഒരുത്തർ ഇറങ്ങി ഗൈസ്, ഓരോരുത്തർ ഇറങ്ങി. ഡേയ് കേറ വീടിനകത്ത്. എൻ്റെ മോനെന്നെ അനുസരിക്കുന്നു. മെയിൻ നമ്മുടെ ട്രിപ്പിനെന്ന് വെച്ചാൽ പൊടിയായിരുന്നു ഗൈസ്. പൊടി ഇന്ന് കുളിച്ചപ്പോൾ ഇന്നലെ ഉറങ്ങാനും എനിക്ക് മൂടില്ലായിരുന്നു. കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങണമെന്നായിരുന്നു. പൊടി എന്ന് പറഞ്ഞാൽ തിൻ പൗഡർ പൊടി കേട്ടോ. അയ്യോ, അവിടുത്തെ ഡ്രൈവർമാരെ സമ്മതിക്കണം. അവർ മറ്റേ മാസ്ക് ഒക്കെ ഇട്ടാണ്, പലരും മാസ്ക് ഇടാതെയാണ് ഇരുന്ന് ഓട്ടിക്കണം. അത് മാത്രമല്ല അവിടെ വരുന്നവരും എനിക്കൊന്ന് വാഗമണ്ണിൽ നിന്ന് ഇത്രയും പൊടി എക്സ്പെക്ട് ചെയ്തില്ല. കാരണം പലയിടത്തും ഓപ്പൺ ജീപ്പാണ്. ഈ ഓപ്പൺ ജീപ്പിൽ ആ പൊടിയുള്ള സ്ഥലത്ത് അവർ അത്ര കുഞ്ഞു പിള്ളേരവരുണ്ട്. ഈ പൊടിയിലാണ് അവർ ഇരുന്ന് പോണതെന്ന് ആലോചിക്കണം. അയ്യോ, ഉണക്കമീൻ പറക്കുന്ന എന്താണ് പരിപാടി? ഉണക്കമീൻ ചമ്മന്തി. ഇത് കൊഞ്ചല്ലേ? കൊഞ്ച് റോസ്റ്റ് പൊടിക്കുന്നില്ലേ? നിങ്ങൾ തക്കാളി ചോറിന്റെ റെസിപ്പി ചോദിച്ചായിരുന്നല്ലേ? മൃദുല ഉണ്ടാക്കുന്നതിൽ എനിക്ക് വേറൊന്നും കൊള്ളാത്ത പോലെ. എന്തുവാടാ അത്? അവന്റെ ലക്ഷ്മണരേഖ അവ ഇവിടുന്ന് വരത്തിരിഞ്ഞു വേണം അങ്ങോട്ട്. അവിടെ വന്നിരുന്ന് കുത്തിയെന്ന് കരയുന്ന എന്താ ഇങ്ങോട്ട് വരാത്തെ? നിന്റെ മൂടെ ഒട്ടിരിക്കണോ? ഇങ്ങോട്ട് വാങ്ങും. അമ്പുവേ കൊഞ്ചു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കൊച്ചുള്ളി, തേങ്ങ, പിന്നെ ഒരു ഇച്ചിരി പുളി, മുളക് പൊടി, ഉപ്പ് മതി. ഈ ഉണക്കമീൻ അല്ല ഇതിന്റെ കൂടെ ടൊമാറ്റോ റൈസിനോട് ഈ കൊഞ്ചു ചമ്മന്തി നല്ല കോംബോ ആണോ? അല്ല നല്ല കോംബോ ആണോ എന്ന് ചോദിച്ചാൽ കോംബോ ആണ്. പിന്നെ ഞമ്മളെങ്കിൽ പിഴിഞ്ഞുകൂടി വന്നതോ ഗൈസ്. നമ്മള് പുതിയ കുക്കർ വാങ്ങിച്ചായിരുന്നല്ലേ? ഇത് ഇതിനിപ്പോ ചെറിയ കുക്കർ, വലിയ കുക്കർ എന്ത് നമ്മള് കണ്ട ഗൈസ് പിടിച്ചോ. ഓ, ഈ ബ്രാൻഡ് നല്ല ബ്രാൻഡല്ലേ? നമ്മൾ 12 ലിറ്ററിന്റെ ഇനി ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബിരിയാണി വെക്കും ഗൈസ്. ഇല്ലേ മൃദുലേ? എന്തിന്റെ കച്ചവടം? ബർഗർ, സാൻഡ്വിച്ച്, എല്ലാ കച്ചവടങ്ങളും നമ്മൾ തുടങ്ങും കേട്ടോ. ഉടനെ തുടങ്ങും. അതിന്റെ ടോപ്പിൽ കുറച്ച് മുളക് പൊടിയും കൂടി കിട്ടുക ഗൈസ്. ഓ, ഇതൊക്കെ ആര് പറഞ്ഞു? ഒലീവ് ഓയിൽ ഗൈസ്. ഇത്ര റെസിപ്പി ഉള്ളോ? സിമ്പിളാ. പക്ഷെ മല്ലിയില ഇല്ലാത്തതിന്റെ ഒരു കുറവ് കാണത്തില്ലേ? മല്ലിയില ഇല്ലാത്തതിന്റെ കുറവാണ്. ഞാൻ വിചാരിച്ചുണ്ട്, പക്ഷെ നോക്കിയിട്ടില്ല. ആദ്യം നാണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോ ജീരകം, നമ്മുടെ ജീരകം പൊട്ടിയിലടി. പൊട്ടിയില്ല, ഇട്ടല്ലേ ഉള്ളൂ. വെപ്രാളപ്പെടാതിരിക്കൂ, ജീരകം ഒന്ന് പൊട്ടട്ടെ. പൊട്ടിയിട്ടൊക്കെ നമുക്ക് പതിയെ ചെയ്യാം. പതിയല്ല, സ്പീഡ് വേണം. ഈ പരിപ്പ് അങ്ങോട്ടിടാം. പരിപ്പ് വെള്ളത്തിൽ കൂത്തിട്ടല്ലേ ഇടുന്നത്? ഇല്ല, എണ്ണക്കകത്ത് ഇടണം. ആണോ? ഞാൻ പൊട്ടിച്ചപ്പോ ഇച്ചിരി ഇതിലോട്ട്. ആരാ പറഞ്ഞെന്ന് ആദ്യമായിട്ട് തക്കാളി ചോറ് വെക്കാൻ വേണ്ടിട്ട്? അമ്മയാണോ? ഈ തമിഴ്നാട്ടുകാരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണില്ലേ തക്കാളി സാദം? തൈര് സാദം, തക്കാളി ചോറ്, ലെമൺ റൈസ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ശരവണ ഭവനിലൊക്കെ പോയാലും അവിടെ മെയിൻ ഈ സാധനം, മെനുവിൽ ഈ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇത് ഇച്ചിരി ഇങ്ങനെ ആവും. അതെന്താ ഉഴുന്നാ? ഉഴുന്നല്ല, പരിപ്പാണ്. അപ്പൊ ഇത് കളർ അടിച്ച പരിപ്പാണോ? അല്ല സീരിയസ് ആയിട്ട്? അല്ലല്ല, ഇങ്ങനത്തെ പരിപ്പല്ല സാമ്പാർ. അല്ലടാ, ഇത് എനിക്ക് കളർ അടിച്ചായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇടുമ്പോ ആ കളർ മാറുമോ? അതൊരു മാജിക് തന്നെ. അത് കഴിഞ്ഞ് നമ്മള് 2 സവാള നുറുക്കായിട്ട് അരിഞ്ഞത്. 2 സവാള നുറുക്കായിട്ട് അരിഞ്ഞത്. നീ എന്നെ ട്രോളോ ആണ്? അല്ല, നിന്റെ തമിഴൊക്കെ കേറി വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. സോൾട്ട്, ഓക്കെ ഗൈസ്, കൊഞ്ചം സാൾട്ട്. അവൻ ആ മാറ്റിന്ന് എണീറ്റിട്ടില്ല കേട്ടോ, അവിടെ കുത്തിയിരിക്കുക. ഓ, അടിപൊളി കളർ ഗൈസ്, അടിപൊളി കേട്ടോ. ചോറിനോട് സൂപ്പർ ആയിരിക്കും. ഇത് നമുക്ക് നല്ല ചെമ്പാവിൽ ചോറിന്റെ കൂടെ
അടിപൊളിയായിരിക്കും. പക്ഷെ എല്ലായിട്ടും ഉണങ്ങിയില്ല എടാ. കൊഞ്ചം കരിയാപ്പല ഗൈസ്. മൃദുലേ, ഇന്നലത്തെ ട്രിപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് അടിപൊളിയായിരുന്നേ. പക്ഷെ പോയിട്ട് ഒരു ക്ഷീണം ഉണ്ടായിരുന്നു, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റപ്പം മാറി, എല്ലാം മാറി. പക്ഷെ ഇന്നലെ അമ്പു കയ്യിൽ ഒറ്റിരിപ്പ് 5 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങി. പക്ഷെ ആ കൈ ഇങ്ങനെ അനക്കാതെ വെച്ചിരുന്നത്. പിന്നെ എത്രയായാലും ആ ഒരു പൊക്കം കൂടുന്നതിന്റെ നമ്മള് ഓഫ് റോഡൊക്കെ കുറെ കുലുങ്ങി, ദേഹം നല്ലോണം ഇളകി. അത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് വന്ന് കിടന്നുറങ്ങിയപ്പോ സെറ്റായി. പേടിയാ, എന്നാലും ഇങ്ങനെയൊക്കെ പോകാനും ഇഷ്ടമാണ്. ബാ, ഇവിടെ വന്നാ എടുക്കാം. ബാ, അതിനുള്ള വെള്ളം വാങ്ങി വെച്ച വരുന്നുണ്ട് കേട്ടോ. തലയാട്ടി എടി പാവോടി. അച്ചടിക്കാം. അച്ഛനെ വേണ്ട. അച്ഛന്റെ വഴി ഇങ്ങോട്ട് വരാനുള്ള എളുപ്പ വഴിയായിരുന്നു അവന്. ക്യാമറ ഇരിക്കുന്ന കൈകളിൽ അവന് വരണം. ഇനി അങ്ങോട്ട് വരുന്നത് നോക്ക്. ഇനി നീ ഇങ്ങോട്ടൊന്നും അറിയുന്നില്ല. മനുഷ്യരെ ശശിയാക്ക്. ഇവിടെ എന്തോടാ മനുഷ്യരെ ശശിയാക്കുന്നോടാ നീ? വീട്ടു സാധനങ്ങളെല്ലാം തീർന്നു അല്ലേ? എല്ലാം തീർന്നിരിക്കുന്നു. നമുക്ക് പോയി വാങ്ങണം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടപ്പോ തന്നെ മണം അടിച്ചോണ്ടോ. ഒരു ഫുഡിൽ ഏറ്റവും ടേസ്റ്റ് വരുത്തുന്ന സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ? അത് ഇടുമ്പോഴേ, അല്ലെങ്കിൽ അതിലും മണം വരുത്തും. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്നിച്ച് അരച്ചിടണം. അരച്ച് വെച്ചേക്കുമ്പോ ഒരു മണമാണ്. ഒതുക്കി വെച്ചിട്ട് പൊടികളിടാം. മുളക് പൊടി, മസാലപ്പൊടി ഇടാം, മഞ്ഞപ്പൊടി ഇടട്ടെ, കൊഞ്ചം ബിരിയാണി മസാല. ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും. ഇതിന്ന് ആദ്യം ഇത് മാത്രം ഇളക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. റോസ്റ്റ് ചെയ്തിടണം. തക്കാളി ചോറ് എന്ത് സിമ്പിളാ അല്ലേ? സിമ്പിളാ. കുക്കറിലാണ് വെക്കുന്നെങ്കിൽ ഒരു 15 മിനിറ്റ് മതി. മൃദുല 1 മണിക്കൂർ എടുത്തെങ്കിലും 15 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റും. അതെ അതെ. ഈ കൊച്ചുള്ളി അത് പിഴിഞ്ഞുളിക്ക് മിനി വേർഷൻ പിഴിഞ്ഞുളി. ഇനി നമ്മുടെ മെയിൻ താരം ഇതല്ലേ? തക്കാളി അരച്ചത്. പേസ്റ്റ് ആക്കി 3 തക്കാളി അരച്ച് പേസ്റ്റ് ആക്കി വെച്ചത് ഒഴിക്കുകയാണ്. ഇതിലോട്ട് ഇളക്കി കൊടുക്കും. തക്കാളിച്ചോറിന്റെ ഉത്ഭവം എവിടുന്നാണ്? തമിഴ്നാട്ടിൽ കാണാം. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ താന്ന് തോന്നുന്നു. ആണോ? നോർത്ത് ഇന്ത്യൻസിലാണല്ലോ ഒരുപാട് വെജിറ്റേറിയൻസ് ഉള്ളത്. അവര് ട്രൈ ചെയ്ത ഡിഷ് ആയിരിക്കണം നമ്മുടെ തക്കാളി ചോറ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ടെടുത്ത പോലായിരുന്നു? അല്ല, ഉപ്പ് വേണം. കാരണം ചോറ് അല്ല, ഉപ്പ് ഒന്ന് നോക്കിക്കോ. എന്തൊരു തർക്കോ, ഒന്ന് നോക്കണേ ഉപ്പ് ഉണ്ടോന്ന്. വലിയ പ്രോയാവല്ലേ. കുറച്ച് ഉപ്പ് വേണം. ഇച്ചിരി ഉപ്പ് വേണം ഗൈസ്. അതാ ശരിയാ, കുറച്ച് ഉപ്പ് വേണം. കളർ കിടിലം ഗൈസ്, നല്ല ചുമ കളർ. പക്ഷെ നിങ്ങൾ മല്ലിയില ഇടണം കേട്ടോ. മല്ലിയില മസ്റ്റാ, നല്ല ടേസ്റ്റ് എൻഹാൻസറാ. മുടിയും താടിയും ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനും വരുന്നുണ്ട്. മീശ ഒരുമാതിരി അരു രായപ്പനാ എന്റെ പൊന്നോ. കൂറ മീശ കേട്ടോ. എനിക്ക് ഇന്ന് റെഡിയാക്കണമെന്നല്ല. ഇങ്ങോട്ട് നോക്ക്. ഇത് കണ്ടോ? മൃദുലയുടെ ഈ 2 സൈഡ് മുടി ഇങ്ങനെ കൊമ്പ് പോലെ ഇരിക്കും. അതെന്തെങ്കിലും ഒന്ന് ചെയ്യണം ഗൈസ്. അടുത്ത നമ്മളിനി മെയിൻ ചടങ്ങ് നമ്മുടെ റൈസ് ഇടുകയാണ് സുഹൃത്തുക്കളെ. നീള റൈസ് ഇല്ലടാ? നീള റൈസ്, ബസുമതി റൈസ്. പിന്നെ ഈ തക്കാളി ചോറ് 2 രീതിയിൽ ഉണ്ടാക്കാമേ. ചിലർ ഈ മസാല മാത്രം ഉണ്ടാക്കിയിട്ട് ചോറ് വേവിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യും. ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴെല്ലാം നല്ലോണം പിടിക്കത്തുള്ളൂ. ഇതാണ് കറക്റ്റ്. കാരണം ഇതിന്റെ വെള്ളത്തിന് ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. ഈ അരി നീ സോക്ക് ചെയ്ത് വെച്ചാണോ? സോക്ക് ചെയ്ത് വെച്ച് പെട്ടെന്ന് വേവും. സോക്ക് ചെയ്ത് വെച്ച് കഴുകി സോക്ക് ചെയ്ത് വെച്ച സാധനം. ഒറ്റ വിസിൽ മതിയോ? ഇതിപ്പോ അരി വേവണ്ടി കൊണ്ട് 2 വിസിൽ വെച്ചിട്ട് തുറക്കരുത്, അടച്ചെന്നെ വെച്ചേക്കണം. ആവി പോയിട്ടേ തുറക്കാവൂ. കരിവേപ്പില ഒന്ന് പിച്ചിട്ടിടാം. കരിവേപ്പില വെള്ളത്തോട് ഇടുക. എന്റെ പൊന്നോ, നീ എവിടുത്തെ കുക്കാടി? നീ ഏത് രാജ്യത്തെ കുക്കാടി? വെള്ളം കഴുകി വെള്ളത്തോട് എണ്ണയിലിടുന്നു. കരിവേപ്പില കഴുകണ്ടേ? ഇടട്ടെ. ഒരുപാട് വെള്ളം പോലെ ആക്കല്ലേ. ഡ്രൈ ആയിട്ടിരിക്കണം. മുന്നേ പറയണ്ടായിരുന്നു. അയ്യോ, എന്തോ ഒരു ഉപ്പായിട്ടേക്കുന്നേ. അല്ലത് വേണം. വെള്ളത്തിൽ മിനറൽ വാട്ടർ ആക്കല്ലേ ഈ പിഴിഞ്ഞുള്ളി എന്നും പറഞ്ഞു. ഇച്ചിരി ഒന്ന് ഇതാക്കണം കേട്ടോ. ഇന്നാൾക്കാണെങ്കിൽ ഇത്രയും വെച്ചിട്ട് 1 കലം പിഴിഞ്ഞുള്ളി എന്നും പറഞ്ഞ് പച്ച വെള്ളം പോലെ മൺകുടത്തി കൊണ്ട് വെച്ചേക്കുന്നു. നമ്മുടെ ടൊമാറ്റോ റൈസ് ആൻഡ് പുഴുങ്ങിയ മുട്ട, നമ്മുടെ കൊഞ്ച് ചമ്മന്തി, പയറ് തോരൻ, സാമ്പാറ്, പിഴിഞ്ഞുകുളി. കിടിലം.
ഇതില് എന്റെ മാസ്റ്റർ പീസ് ആയിട്ടോ, അതുകൊണ്ട് ഇതിൽ എനിക്ക് കോൺഫിഡൻസ്. ഇനി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഗണപതിക്ക് കൊടുത്ത്. അപ്പൊ ഗൈസ് ഇനി ക്ഷമയില്ല, സാമ്പാറും അതിനിടയ്ക്ക് റെഡിയാക്കി കേട്ടോ. കുറച്ച് സാമ്പാർ അല്ലേ, പരിപ്പൊക്കെ വെച്ചിട്ട്. ചോറ് സാമ്പാർ ഇളക്കി, ചമ്മന്തി എടുത്തതിന് മേലോട്ട് കൊണ്ട് വെച്ച് ഇളക്കി. പ്യുവർ വെജ് അല്ലേ മൃദുലേ? എങ്ങനെയുണ്ട്? 10ൽ 10. പെർഫെക്റ്റ് ഉപ്പ്, കറക്റ്റ് മസാല, എല്ലാം കറക്റ്റ് ടേസ്റ്റ്. ഇച്ചിരി മുട്ടയും കൂടിട്ട് തോരൻ എടുക്കട്ടെ. റൈസ് നല്ല വെന്ത് നല്ല കറക്റ്റ് കുക്കായി, നല്ല ടേസ്റ്റ്. വാഴയിലെല്ലാം തിന്നാറില്ല, അതിപ്പോ വീഡിയോ എടുക്കേണ്ടി. വാഴ കഴിക്കാറില്ല. പിന്നെ ഇല നമുക്ക് ഒരുപാട് അപ്പുറത്തുനിന്ന് അയ്യത്തുനിന്ന് ഇങ്ങോട്ട് വളർന്നു നടക്കുക. നമുക്ക് ചുമ്മാ അങ്ങ് വെട്ടിയാ മതി. ഇതിന്റെ പിഴിഞ്ഞുപുളി എങ്ങനെയുണ്ടെന്ന് പറയും. പിഴിഞ്ഞുളി കിട്ടാ കുതിരും ചോറ്. പിഴിഞ്ഞുളി വേണം, എന്തെങ്കിലും ഒഴിക്കാനോടുണ്ടെങ്കിൽ സെറ്റാ. പിഴിഞ്ഞുളി അടിപൊളി. പിഴിഞ്ഞുളി സൂപ്പർ കേട്ടാ. തോരൻ ടേസ്റ്റ് ചെയ്തില്ല, ഇനി അതുകൂടെ ഉള്ളൂ. പയറ് തോരൻ ഗൈസ്, എല്ലാം അടിപൊളി. എനിക്ക് പിഴിഞ്ഞുളി ഭയങ്കര ഇഷ്ടപ്പെട്ട. പിഴിഞ്ഞുളി കാണാൻ ഒരു ലുക്കില്ലെങ്കിലും ഞാൻ പിന്നെ പിഴിഞ്ഞു കേട്ടോ. ആ മുളകൊക്കെ ഞാൻ നല്ലോണം പിഴിഞ്ഞു ഉടച്ചെടുത്തു. സാധനം സൂപ്പർ ടേസ്റ്റാ, വേറൊന്നും വേണ്ട. ഈ ചമ്മന്തിയും ചോറ് മാത്രം മതി, നല്ലൊരു പേര് ചോറിനും. അടിപൊളി ഭാര്യ. താങ്ക് യു സോ മച്ച്. ലവ് യു ഫോർ ദ ലവ്ലി ലഞ്ച്. ഇത് ആർക്കാണ് ഈ ഒരു കുഞ്ഞൻ ഇല? ഇത് കുട്ടിച്ചാടിന്. അമ്മയുടെ തക്കാളി ചോറ് അമ്പൂരും ഭയങ്കര ഇഷ്ടമാണ്. എരിയില്ല, നിങ്ങൾ ഈ ചുമന്ന കളറിൽ കണ്ടാലും എരിയൊന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ? നമ്മുടെ സർവീസ് സെന്റർ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അവർ ഉച്ചയ്ക്ക് ശേഷം വണ്ടികളൊന്നും എടുക്കൂല, ക്ലോസാ. വണ്ടി കഴിവൊക്കെ ഇന്ന് നടക്കൂല. നമ്മൾ കഴിവിയാലും അത് റെഡിയാവത്തില്ല. അയ്യോ, പുറത്തുകൊണ്ട് അവരുടെ ആ ഗണ്ണ് വെച്ച് കഴിവാലേ അത് അഴുക്ക് മൊത്തം പോകത്തുള്ളൂ. അപ്പം ഗൈസ്, നമ്മൾ മിക്കപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അമ്പൂട്ടൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ അമ്പൂട്ടൻ്റെതായിട്ടുള്ള ലോകത്തിലേക്ക് അങ്ങോട്ട് വിടുക. ഇവിടെ ഇന്നുള്ള ഒരാള് ലിപ്സ്റ്റിക്കിന്റെ എന്തോ എടുക്കുക, ലിപ് ലൈനർ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇതെന്ത് കുറെ ഉണ്ടല്ലോ ഇത്. ഓർഡർ എന്തോ സംഭവം എന്തോ ചെയ്തോണ്ടിരിക്കുക. എല്ലാരും പറയും ലിപ് ലൈനർ വാങ്ങി യൂസ് ചെയ്യാൻ എടുത്ത് പറയും. ഞാൻ വാങ്ങിയപ്പോ ഒരു 10 വാങ്ങി. അതവരെ ഞാൻ എത്ര രൂപ? ഒന്നിന് 69 രൂപ. അങ്ങനെ 10 690 രൂപ. വീഡിയോ എടുത്തപ്പോ ഇതെന്ത് നിന്റെ മോന്റെ ഡൈപ്പർ കൊണ്ടുകൂടെ അത്തപ്പൂക്കൾ ഇട്ട് കളിക്കുന്നത്. അതെന്താ തുണിയുടെ ബാഗ് ഞാൻ സിബിട്ട് വെച്ച്. എന്റെ ദൈവം, ഇത് എന്ത് കുരുത്തക്കേടാന്നറിയാമോ ഇത്? എന്ത് അവന്റെ ഈ ടൈമിൽ അവൻ ഇത് പഠിക്കാൻ കൂടെ ചെയ്യും. അതുകൊണ്ട് ഞാൻ വിട്ടേക്കുന്നേ. ഓരോന്ന് എടുത്തിട്ട്. ഓ, തള്ള സപ്പോർട്ടാ. പിന്നെ കുഴപ്പമില്ല, നീ തന്നെ പറഞ്ഞു വെക്കണം. ഞാൻ നോക്കിയപ്പോ അത്തപ്പൂക്കളം കണക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇവിടെ വന്ന് ഈ സ്റ്റാൻഡ് പിടിച്ച് വലിക്കുവോ. അപ്പൊ അവനെ അവന്റേതായിട്ടുള്ള ലോകത്തിലോട്ട് വിടുക സുഹൃത്തുക്കളെ. ഹേ ഗൈസ്, നൈറ്റ് നമ്മളിതേ ഒരു ഡാൻസ് ചലഞ്ച് എടുത്തു. അത് സത്യത്തിൽ വിന്നർ മൃദുല കേട്ടോ. ഞാൻ ഒരു 3-4 ടേക്ക് എടുത്തു. 4 ഇഷ്ടം പോലെ ടേക്ക് എടുത്തു. ഇവള് ഫസ്റ്റ് ടേക്ക് ശരിയാക്കി. ഞാൻ കണ്ടു പഠിച്ചതാ, കളിച്ചു പഠിച്ചതല്ല. അമ്പു ഇവിടെ ഭയങ്കര കളി. അയ്യോ, യഥാർത്ഥ വിന്നർ അവനാ. ഓ, ഭയങ്കര ഡാൻസ് ഇല്ലേ? ഭയങ്കര ഡാൻസ്. സ്പീക്കർ എവിടുന്ന് എടുത്താലും അവിടെ കൊണ്ടുപോയി ഭയങ്കര ഡാൻസാ. തലയാട്ടിക്കൊണ്ട് നടക്കുന്നേ. മുല്ലൈന കുട്ടൈന ടുണ്ടട കുട്ടയല്ലേ എന്തോ സോറി. ഗിറ് 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 ഗിങ്കിറാ ഗിരേ സര 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 ഡിങ്. ഇങ്ങോട്ടാ കാല് ഇങ്ങോട്ട് കാല് കളിക്കാമോ ഈ വാക്കില് പറ്റിയത്? എന്നാ ശരി. ഓക്കെ ഒന്നുകൂടി 1 2 3 സ്റ്റാർട്ട്. ഗിറ് 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 ഗിങ്കിറാ ഗിരേ സര 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 ഗിങ്കിറാ ഗിരേ പിന്നെ കുരുവിയോ? എനിക്ക് പാട്ടാ ഇങ്ങനെ ഭയങ്കര കൂറായിട്ട് തോന്നുന്നു. പാട്ടൊക്കെ ഇട്ട് വരുമ്പോ സൂപ്പറാ. അല്ലാതെ ഇങ്ങനെ കളിക്കുന്നത് സത്യത്തിൽ. പാടാനുള്ള കഴിവില്ല. അപ്പൊ ഈ ഒരു വീഡിയോ സുഹൃത്തുക്കളെ
അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ സദ്യ നമുക്ക് കുറെ പരിപാടികളുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ അല്ലേ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.